പ്രൈസ് ദ ലോർഡ്. ഡെയിലി ബ്രെഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ദൈവിക പദ്ധതികൾക്ക് വേണ്ടി, ദൗത്യത്തിനു വേണ്ടി അവിടുത്തെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവിക തേജസ്സിനാൽ നിറച്ച ഏദൻ തോട്ടത്തിൽ ദൈവമാക്കി വെച്ചു. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാട്ടി, നീതികേട് കാട്ടി മനുഷ്യർ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. യഹോവയായ ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം പിശാചിൻ്റെ വാക്കുകൾ കേട്ടത് മൂലം പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ആദാമും ഹവ്വായും തിന്നു. അത് നിമിത്തം ദൈവിക തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ അവസ്ഥയിലേക്ക്, ശാപത്തിൻ്റെ അവസ്ഥയിലേക്ക് അവർ മാറിയിരുന്നു. നിത്യമായി ദൈവത്തോടുകൂടെ വാഴുവാൻ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ഇപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് ഭയപ്പെട്ട് അകന്നു മാറിയിരിക്കുകയാണ്. ദൈവ സ്വഭാവത്തിന് ഉടമകളായിരുന്ന മനുഷ്യൻ പാപം ചെയ്തത് മൂലം, ശാപത്തിൻ്റെ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നത് മൂലം പാപ സ്വഭാവികളായി ജഡസ്വഭാവത്തിന് അധീനരായി മാറുകയാണ്. പാപം ചെയ്തത് മൂലം ഭയം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതേ പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യമായി ദൈവത്തോടു കൂടെ വാഴുവാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനായാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കി ഓരോ ദിവസവും ആ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ അനേക കോടിക്കണക്കിന് ജനങ്ങൾ ജനിച്ചു, ഇപ്പോൾ ജനിക്കുന്നു, ഇനി ജനിക്കുവാനിരിക്കുന്നു. അനേക ശ്രേഷ്ഠതകൾ, ഉന്നതികളൊക്കെയും പറവാനിന്ന് മനുഷ്യനുണ്ടെങ്കിലും യഥാർത്ഥമായ സന്തോഷമോ സമാധാനമോ മനുഷ്യൻ അനുഭവിക്കുന്നില്ല. കാരണം എന്താണ്? പാപത്തിൻ്റെ അധീനതയിൽ പാപ സ്വഭാവികളായി ആണിന്ന് മനുഷ്യൻ ജീവിക്കുന്നത്. എന്തിനും ഏതിനും വേണ്ടി മറ്റുള്ളവനെ കൊല്ലുവാനോ ഇല്ലാതെയാക്കുവാനോ മടിക്കുന്നില്ല. അതുപോലെ പാപത്തിൻ്റെ സ്വഭാവങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കയറിക്കൂടിയിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരൊരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവരുടെ സന്തോഷവും പ്രത്യാശയും എന്ന് പറയുന്നത് നിത്യമായ ദൈവത്തിനോട് കൂടെ വാഴാമെന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ ഭാഗ്യ അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആയുസ്സിൽ വളരെ ജാഗ്രതയോടും സമർപ്പണത്തോടും നാം ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പിശാച് ഏത് തന്ത്രത്താലും ദൈവത്തിൻ്റെ മനുഷ്യരെ, ദൈവം തിരഞ്ഞെടുത്തതായ മനുഷ്യരെ ഇല്ലാതെയാക്കുവാൻ, പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ, ദൈവത്തോട് അനുസരണക്കേട് കാട്ടുവാൻ എന്നും തന്ത്രപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിശാചിൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ഇടവരാതെ, പ്രലോഭനങ്ങൾക്ക്, പരീക്ഷകൾക്ക് അധീനരായി തീരുവാൻ ഇടവരാതെ, ഏത് സമയവും ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവം തന്ന ജ്ഞാനത്തിനൊത്തവണ്ണം വളരെ ജ്ഞാനത്തോടുകൂടെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ആദിമ മനുഷ്യരായ ആദാമിനും ഹവ്വായ്ക്കും പറ്റിയ തെറ്റ്, ആ ദൈവിക തേജസ് നഷ്ടപ്പെട്ടത് മൂലം, ദൈവത്തോട് അനുസരണക്കേട് കാട്ടിയത് മൂലം അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ശാപം കടന്നു വരുന്നു. അങ്ങനെ മാനവകുലം മുഴുവനും ശാപത്തിൻ്റെ അധീനതയായി മാറുകയാണ്. ഈ ലോകത്തിൻ്റെ പ്രഭു മനുഷ്യനെ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ അവിടുത്തെ അവസാന തുള്ളി രക്തം വരെ മാനവകുലത്തിനു വേണ്ടി ഒരുക്കി തന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഇനിയും ആ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക്, പഴയ മനുഷ്യ സ്വഭാവത്തിലേക്ക്, ജഡസ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു പോകാതെ, ആ നിത്യനാശത്തിന് അവകാശികളായി തീരാതെ
നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം വിശ്വസ്തയോടെ ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തോട് അനുസരണമുള്ളവരായും അനുദിനം മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.